ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത അപരിമേയമായ ശക്തി അഭിഷേകമായി സാന്നിധ്യമായി നിങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ സ്നേഹിതനായ ബെന്നി കുടക്കച്ചിറ എന്ന ശുശ്രൂഷകൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരിയെ കാണുവാനും പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ചങ്ങനാശ്ശേരിയിൽ അവരുടെ ഭവനത്തിലെത്തി. അപ്പോഴാണ് അറിഞ്ഞത് ഈ സഹോദരി അരയ്ക്ക് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് 2 വർഷമായിട്ട് ബെഡിൽ തന്നെയാണ് കഴിയുന്നതെന്ന്. ഞങ്ങളൊന്നിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബ്രദർ ആ സഹോദരിയോട് ഒരു വചനം പറഞ്ഞു. വചനം ഇതായിരുന്നു: എഫേസൂസ് 3:20, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ വചനം പറഞ്ഞു കൊടുത്തതിന് ശേഷം അപ്പസ്തോലൻ പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി സംഭവിച്ച അത്ഭുതകരമായ രോഗശാന്തികളെക്കുറിച്ചും ഇന്ന് ഈ കാലഘട്ടത്തിൽ അഭിഷേകമുള്ള ശുശ്രൂഷകരിലൂടെ സംഭവിക്കുന്ന രോഗശാന്തികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചതിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ചിട്ട് ബ്രദർ ഈ സഹോദരിയോട് പറഞ്ഞു, എഫേസൂസ് 3:20 വചനത്തിൻ്റെ ശക്തിയാൽ എഴുന്നേറ്റ് നടക്കുവാൻ പറഞ്ഞു. ഈ സഹോദരി കിടന്ന കട്ടിലിൻ്റെ സൈഡിൽ ഈ സഹോദരിയുടെ ഹസ്ബൻഡ് നിൽപ്പുണ്ടായിരുന്നു. ഈ ഹസ്ബൻഡിൻ്റെ കരം പിടിച്ച് ഈ സഹോദരി എഴുന്നേറ്റ് അതിലെ നടന്നു. യേശുവിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അസ്ഥികളുടെ താഴ്വരയിൽ നിന്ന് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ കിരികിരാ ശബ്ദത്തോടെ അസ്ഥികൾ എഴുന്നേറ്റതുപോലെ എഫേസൂസ് 3:20 വചനം പറഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ സഹോദരിയുടെ അസ്ഥികൾക്ക് ബലം പ്രാപിച്ച് ആ സഹോദരി അതിലെ എഴുന്നേറ്റ് നടന്നു. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഈ വചനം പറഞ്ഞപ്പോൾ ഈ സഹോദരി വിശ്വാസത്താൽ ആ വചനം ഏറ്റെടുത്ത് വചനം സ്വീകരിച്ചപ്പോൾ അവിടെ വലിയൊരു മിറക്കിൾ സംഭവിക്കുന്നത് കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും കുറുക്കുവഴിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കസ്തൂരിമാന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കസ്തൂരിമാൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് ഈ കസ്തൂരി ഇരിക്കുന്നത്. ഈ കസ്തൂരിമാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ സ്മെല്ല് ഉണ്ടാകും, പക്ഷേ കസ്തൂരിമാൻ അറിയത്തില്ല ഇത് എവിടെ നിന്നാണെന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ നമ്മൾ പല സ്ഥലങ്ങളിലൂടെ ഓടി നടക്കുമ്പോഴും നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കാതെ പോകുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും മുൻപോട്ട് പോകുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനമായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഈശോയ്ക്ക് സാക്ഷിയാകുവാനും ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ എടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എല്ലാ കുടുംബങ്ങളിലും ദൈവജനം എവിടെയൊക്കെ ഉണ്ടോ ഈ ലോകത്തുള്ള സകല ജനത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.